ഹലോ നമസ്കാരം, ഇടവേള റാഫിയാണ്. ഗോൾഡൻ വില്ല റിസോർട്ട് പൂമല വെച്ചാൽ തൃശ്ശൂർ ജില്ലയിൽ കുറാഞ്ചേരി. അവിടെ നിന്ന് വന്നാൽ റിസോർട്ടാണ് കാണുന്നത്. ഞങ്ങളിന്നൊരു പ്രോഗ്രാമായിട്ട് വന്നതാണ്. അപ്പോൾ നല്ല വൈബായ സ്ഥലത്താണ്, നല്ല റബ്ബർ തോട്ടം, അതുപോലെ നല്ല കാടായ സ്ഥലത്താണ് റിസോർട്ട്. നല്ല സൈലൻറ്റ് ഏരിയയാണ്. ഇന്നിവിടെ കൊയറോൺ മാറ്റേഴ്സിൻ്റെ പട്ടാമ്പി കാസിനോ ഫർണിച്ചർ ഹോൾസെയിൽ ഡീലറാണ് മിസ്റ്റർ ബുജേറിൻ്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാസിനോ ഫർണിച്ചറിൻ്റെ പ്രോഗ്രാമുമായി പ്രൊമോഷൻ പ്രോഗ്രാമായിട്ട് ഞങ്ങൾ കൊയറോൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് വന്നതാണ്. യെസ് പ്രിയപ്പെട്ടവർ, അപ്പോൾ ഞാനീ പറഞ്ഞ എൻ്റെ ആർട്ടിസ്റ്റുകളാണ് ഈ വരുന്നത്. ഹായ് മസ്ന. ഇത് മസ്ന, ഇതാണ് സജീർ എന്ത് പറയുന്നു? ആദ്യമായിട്ടാണ് തൃശ്ശൂർ ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് വരുന്നത്. പൂമല റിസോർട്ട് നല്ല അടിപൊളി. പൂമല ഇത് ഗോൾഡൻ വില്ല റിസോർട്ട്. അതെ അല്ലേ? അതേപോലെ റാഫിക്കാടെ കൂടെ ഒരുപാട് കാസിനോ ഫർണിച്ചറിന്റെ പ്രോഗ്രാം ബുജേർക്കാട അല്ലേ? ബുജേർക്കാട പരിപാടി ഒരുപാട് പ്രോഗ്രാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി വൈബല്ലേ? മസ്ന എന്ത് തോന്നുന്നു? അപ്പം നല്ല അടിപൊളി പാട്ടൊക്കെ ഒന്ന് പ്രേക്ഷകർക്ക് കൊടുക്കൂലേ? പൊളിക്കും. ഓക്കെ, ബൈ. അപ്പോൾ എന്തായാലും നമുക്കെല്ലാം ഫംഗ്ഷനോ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു ഫാമിലി മീറ്റപ്പ് അങ്ങനെ വരാൻ പറ്റും. നല്ല എന്താ പറയുക, നല്ല വൈബ് രസമുള്ള സ്ഥലമാണ് ഗോൾഡൻ വില്ല റിസോർട്ട് കേട്ടോ. ഓക്കെ, അതിൻ്റെ ഉൾക്കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി പോവാണ്. വെയിറ്റ് ആൻഡ് സീ. നല്ല പ്രകൃതി രമണീയമായ രീതിയിലുള്ള നല്ല അടിപൊളി ചെടികൾ, പച്ചക്കറികൾ, അങ്ങനെ എല്ലാം ഉണ്ട്. റബ്ബർ തോട്ടത്തിലാണ്. നല്ല അടിപൊളി ഒരു വൈബ് റിസോർട്ടാണ്. വരുന്ന വഴികളും നല്ല രസമാണ്. പക്ഷേ വരുന്ന വഴി നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്ത് വരുന്നതിനെ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ നിർവാഹമില്ലാത്തതുകൊണ്ടാണ് കാണിക്കാണ്ടിരുന്നത്. അപ്പോൾ കണ്ടോ, പൂമലയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗോൾഡൻ വില്ല റിസോർട്ട് നല്ല അടിപൊളി വൈബ് പൂളുണ്ട്. അടിപൊളി സ്വിമ്മിംഗ് പൂൾ, ഒന്നും പറയല്ല. നേരത്തെ പറഞ്ഞല്ലോ, പ്രകൃതിരമണീയമായ ചെടികളെ കൊണ്ടെല്ലാം അലങ്കരിച്ചിട്ടുണ്ട് പൂമല നമ്മുടെ ഈ ഗോൾഡൻ വില്ല റിസോർട്ട്. റിസോർട്ടിൻ്റെ വിവിധ ഭാഗങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫാമിലി അറ്റ്മോസ്ഫിയർ വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഉല്ലാസ കേന്ദ്രമാണ്. ഇനിയിപ്പോൾ കുട്ടികൾക്കൊക്കെ എൻ്റർടൈൻ ചെയ്യണമെങ്കിൽ കുട്ടികൾക്കുള്ള നമ്മൾ കണ്ട കളിക്കാനുള്ള കളി, ഊഞ്ഞാലുകൾ, സംഭവങ്ങളെല്ലാം ഉണ്ട്. ഒരു ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. കളിക്കാൻ പറ്റുന്ന എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. നല്ല രസമുള്ള പൂളാണുള്ളത്. അപ്പോൾ എന്തായാലും പൂമലയിലുള്ള നമ്മളെ കുറാഞ്ചേരി, തൃശ്ശൂർ ജില്ല കുറാഞ്ചേരി പൂമലയിലുള്ള ഈ ഗോൾഡൻ വില്ല റിസോർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും 100% ഉറപ്പാണ്. ഞാനിപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ല, കൊയറോൺ ബെഡിൻ്റെ ഒരു പ്രൊമോഷൻ പ്രോഗ്രാമുമായിട്ട് പട്ടാമ്പി കാസിനോ ഫർണിച്ചറിൻ്റെ ടൈപ്പ് ആയതുകൊണ്ട് ഞങ്ങൾ അവരുടെ കൂടെ നിരന്തരം ഞാനും സജീർ, മസ്ന ടീംസ്, പല ആർട്ടിസ്റ്റുകളും ഞങ്ങൾ ടൂറൊക്കെ പോകുന്നതാണ്. വെള്ളം ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ കുളിക്കാനൊക്കെ തോന്നുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ പ്രോഗ്രാമിൻ്റെ കോസ്റ്റ്യൂമാണ്. ചിലപ്പോൾ ഇവിടെ എന്താണ് വരുന്ന ആളുകൾക്കൊക്കെ ഞങ്ങൾക്കൊരു പാക്കേജിൽ കുളിയൊക്കെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു. കണ്ടോ, അവരൊക്കെ എന്താ പറയുക, എൻ്റെ റിസോർട്ടുകളെ കണ്ട് അവരിങ്ങനെ ഒന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മസ്ന, സജീർ, അതുപോലെ തന്നെ എൻ്റെ മകള് തമീമയും കൂടെ വന്നിട്ടുണ്ട്. അവളിങ്ങനെ എൻ്റർടൈൻ ചെയ്യുന്ന പ്രോഗ്രാംസിനൊക്കെ ഒഴിവ് ദിവസങ്ങൾ എൻ്റെ കൂടെ വരാറുണ്ട്. നല്ല വൈബ് സ്ഥലമായിട്ട് ഒരു രക്ഷയില്ല. എപ്പോഴും നമ്മൾ ഗോൾഡൻ വില്ലാസ് നമ്മൾ യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. എല്ലാ ഡീറ്റെയിൽസും അവർ തരും. അതിനകത്തുള്ള പാക്കേജുകൾ എന്തൊക്കെയാണ്, ഫുഡ് എങ്ങനെ ഇൻക്ലൂഡിങ് ആണോ, എന്തൊക്കെയാണെന്നൊക്കെ അവരൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അപ്പോൾ പൂമല റിസോർട്ട്, അതായത് പൂമലയിലുള്ള ഗോൾഡൻ വില്ലാസ് റിസോർട്ടാണ് അടിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ എന്താ പറയുക, നല്ല വൈബായിട്ടുള്ള റിസോർട്ടാണ് ഗോൾഡൻ വില്ല റിസോർട്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലേ? എങ്ങനെയുണ്ട് ബസ്സിന്? അടിപൊളിയല്ലേ? ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് യെസ്. അപ്പോൾ നമ്മളൊരു 20 ആൾ, 25 ആൾ, 30 ആൾ, 50 ആൾ എത്ര പേര് വന്നാലും ഇവിടെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഇവർ സ്വീകരിക്കാനുള്ള വലിയ ഒരു ഗെറ്റപ്പ് തന്നെ ഉണ്ട് എന്നുള്ള മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നമ്മൾ ടൂറായിട്ടും ഗസ്റ്റായിട്ടൊക്കെ സ്വദേശത്തും വിദേശത്തും ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ പോകുന്നതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കിത് വേറൊരു ഫീൽ എനിക്ക് തോന്നി. ഓക്കെ, ഒന്ന് ആട്ടല്ലേ, നാട്ടിക്ക് വെറുതെ ഇരിക്കല്ല മസാല, നാട്ടിക്കടിക്ക് അല്ല കയറ് പിടിക്കാന്നല്ല, ഞാനാണ് നാട്ടിൽ കേട്ടോ. അതാണ് ഓടുന്ന വണ്ടിയിൽ ഓടുന്ന എന്താണ് പാട്ട് പഠിക്കുക? ഓടുന്ന വണ്ടിയിൽ ചാടിക്കയറുമ്പോൾ വീഴാതെ സൂക്ഷിക്കേ. പാട്ടൊക്കെ മാറി, പാട്ടുകാരാണ്. പക്ഷെ ഇപ്പോൾ വേറെ പെട്ടെന്ന് അല്ലേ. അപ്പോൾ കയറ് പിടിച്ചിങ്ങനെ ആട്ടാന്നുള്ളൊരു ബുദ്ധി ഞങ്ങൾക്ക് എന്തുകൊണ്ട്, എന്താണ് ആ ദാസം നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാനിത്? ഓരോ സമയം ഉണ്ടാവും ദാസം അല്ലേ. അപ്പം അങ്ങനെ ഉല്ലാസ കേന്ദ്രങ്ങൾ വന്നു കഴിഞ്ഞാൽ സന്തോഷം അടിച്ചു പൊളിക്കാൻ നമുക്ക്. അപ്പോൾ നമുക്ക് എപ്പോഴും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താണ് പറയുക, ഒരു ടൂറിസ്റ്റ് ഒരു ഏരിയ തന്നെയാണ് നമ്മൾ കുറാഞ്ചേരിയിലുള്ള ഗോൾഡൻ വില്ല. എന്താണ് പേരെന്താ? ഗോൾഡൻ വില്ലാസ്. ഓക്കെ, അപ്പോൾ അവർ കപ്പിൾ സിംഗേഴ്സാണ്. കണ്ട, അവരിങ്ങനെ ഉല്ലാസിച്ച് ആടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ഷോ തുടങ്ങാൻ പോകുന്നുള്ളൂ. എങ്ങനെ അറമാദിക്കാണ്. നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ലൊരു റിസോർട്ട് ഉണ്ടായിട്ട് അറിഞ്ഞില്ല. അല്ല, പൂമലയുള്ള സ്ഥലമാണ്. പൂമല മൊത്തം ഇവിടെ ഒരുപാട് റിസോർട്ട് ഉണ്ട്. അല്ല, നമ്മൾ ചൂസ് ചെയ്തത് ഗോൾഡൻ വില്ല റിസോർട്ടാണ്. ഞങ്ങളിങ്ങനെ ഓലത്തുമ്പത്തിരുന്നു ഞാനാടും പൈങ്കിളി എൻ്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടടി. ഒരു മിനിറ്റ് ഒന്ന് ബ്രേക്ക്, ഞാൻ കുറച്ച് എണ്ണ എടുത്ത് തരാം. ബാലഗോപാലൻ എണ്ണ വെച്ച് കുടിപ്പിക്കണ്ടേ. നമ്മുടെ ഓരത്തുമ്പത്തിരിഞ്ഞ് ആടുകയാണ് കേട്ടോ. ഓക്കെ,
ഹായ്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ 2 പേരും സിംഗേഴ്സാണ്, അറിയാലോ. മസ്നിയും സജീറൊക്കെ സിംഗേഴ്സാണ്. അപ്പോൾ അവരിപ്പോൾ അടുത്ത് നമ്മുടെ എടപ്പാൾ അല്ലേ, എടപ്പാൾ ബാപ്പുക്കാൻ്റെ കൂടെ അടുത്ത് എവിടെ പോയിരുന്നു? നിങ്ങൾ ഷോ എവിടെയായിരുന്നു? അബുദാബിയിൽ ഫുജേറയിലൊക്കെ പോയി ഷോ കഴിഞ്ഞ് വന്നേക്കാണ് അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ഇവർ കപ്പിൾ സിംഗേഴ്സാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ചൂസ് ചെയ്യാൻ പറ്റുന്ന ആർട്ടിസ്റ്റുകളും കൂടിയാണ്. അപ്പോൾ വെറുതെ രസമായിട്ട് ഇരിക്കട്ടെ, മ്യൂസിക് ഒന്നുമില്ല, ഞങ്ങളുടെ പ്രോഗ്രാം തുടങ്ങാൻ പോണേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് ഒരു പാട്ട് ഒന്ന് പാടി വെക്കാലോ. മാപ്പിളപ്പാട്ട് പാടുക? റെഡിയാണോ? ഏതാ പാട്ട്? ഏതാ? തളിർമുല്ല. ഞാൻ ആയിക്കോട്ടെ, നമ്മുടെ തളിർമുല്ല നമ്മൾ ഓക്കെ, നല്ല പാട്ടല്ല, അടിപൊളി. ഓക്കെ, പാടി തുടങ്ങിക്കോളൂ. നല്ല തളിർമുല്ല വിധാനിച്ച മണിയറയിൽ ഈ അസുരപസുരവില നിർവൃതിയിൽ എന്തൊരാവേശം എന്തൊരാഹ്ലാദം മണവാട്ടി പെണ്ണിന് രോമാഞ്ചം. എന്തൊരാവേശം എന്തൊരാഹ്ലാദം മണവാട്ടി പെണ്ണിന് രോമാഞ്ചം. തളിർമുല്ല വിധാനിച്ച മണിയറയിൽ ഒരുമാരൻ എന്തൊരാവേശം എന്തൊരാഹ്ലാദം മണവാട്ടി പെണ്ണിന് രോമാഞ്ചം. എന്തൊരാവേശം എന്തൊരാഹ്ലാദം മണവാട്ടി പെണ്ണിന് രോമാഞ്ചം. അടിപൊളി 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 അടി. ഈ പാടി എന്നെ കൈയടിക്കുക. എന്താ എന്താടോ മസ്നക്ക് അങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇടയ്ക്ക് ഓളനെ പാടും, ഓളനെ കൈയടിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്നും വിചാരിക്കും സജ്ജന കുഴപ്പമില്ലല്ലോ. അതെ, ചെറിയൊരു വേവ് രണ്ടാൾക്കുണ്ട്. അതിൻ്റെ അത്ര ഇല്ലാന്നാണ് പറഞ്ഞത്. എനിവേ എന്തായാലും നമുക്ക് എപ്പിസോഡ് കളിച്ചിരിയിട്ട് മുന്നോട്ട്. അപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാം തുടങ്ങാൻ. അപ്പോൾ ഞങ്ങളൊന്ന് ഫ്രഷ് ആയിക്കോട്ടെ. കന്നഡ വെച്ചാലാണ് എല്ലാവരും ശ്രദ്ധിക്കുള്ളൂ. ഇല്ലല്ല. ഇപ്പോൾ കണ്ടോ, ഇവിടെ കുട്ടികൾക്ക് നല്ല എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ സെക്ഷനും ഉണ്ട്. കണ്ടോ, ആടുന്ന ഊഞ്ഞാലുകൾ, പിന്നെ ഇങ്ങനെ കയറി വന്ന് ഇറങ്ങി വരാൻ പറ്റുന്ന എല്ലാ സെറ്റപ്പുണ്ട്. കണ്ടോ, ഓക്കെ, എല്ലാ സെറ്റപ്പോട് കൂടിയിട്ട് കണ്ടോ ഊഞ്ഞാലുകളൊക്കെ ഉണ്ട്. ഓക്കെ, ഞങ്ങളുടെ കൊയറോൻ്റെ മീറ്റുമായി ബന്ധപ്പെട്ട് വന്നാൽ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കൊയറോൻ്റെ മീറ്റപ്പ് നടക്കാൻ പോകുന്നു. ഹാളിൽ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കും. നമ്മുടെ ഡീലേഴ്സ് ഇപ്പോൾ എത്തും. ബന്ധപ്പെട്ട ഓരോരുത്തരോട് എത്താൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. ഇതിനുമായിട്ടുള്ള ഒരുക്കങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊയറോ മാട്രസിൻ്റെ പ്രോഗ്രാമാണ് ഇത്. കണ്ടക്ട് ചെയ്യുന്നത് പട്ടാമ്പി കസിനോ ഫർണിച്ചറാണ്. നമ്മളിതിൻ്റെ ഡീലേഴ്സിനെ ആദരിക്കലും അതുപോലെ തന്നെ ഇപ്പോൾ ഓണം വരാൻ പോകണം, അതുമായി ബന്ധപ്പെട്ടുള്ള മീറ്റപ്പാണ് നടക്കാൻ പോകുന്നത്. കോരൻ നല്ല രസകരമായ റിസോർട്ടാണ് അവർ തിരഞ്ഞെടുത്തത്. ഒരു രക്ഷയില്ല, നല്ല വൈബ് സ്ഥലമാണ് കേട്ടോ. ഗോൾഡൻ വില്ലാസ് എപ്പോഴും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത് നമുക്കൊരു വില്ലയാണ്. മീൻസ് നമുക്ക് താമസിക്കാൻ പറ്റുന്ന ഏറ്റവും മുകളിൽ റൂഫിൽ ഒരു എന്താ പറയുക, ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. ഇതിനകത്ത് ടോട്ടൽ 2 റൂംസ് അതിനകത്തുള്ളത്. അതിനകം കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. വെയിറ്റ്. ഇവിടെ നമുക്ക് നല്ല അടിപൊളി ഒരു ഗില്ലിങ് ഏരിയ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ തൽക്കാലം മുടി. ഇത് കണ്ടോ, നമ്മളിത് കണ്ടാൽ എന്താ വിചാരിക്കുക, ഇതൊരു കിച്ചനാണ്. ഗോൾഡൻ വില്ലാസിൻ്റെ ഒരു അടിപൊളി കിച്ചനാണ്, വൈബ് കിച്ചൺ. കണ്ടോ, നല്ല സൗകര്യമുള്ള കിച്ചനാണ്. നമുക്ക് എങ്ങനെയും ഉപയോഗപ്പെടുത്താം. കപ്പിൾസായിട്ട് വരികയാണെങ്കിൽ നമുക്ക് കപ്പിൾസ് എന്താ പറയുക, അവർക്ക് മാത്രമായിട്ട് നമുക്ക് സ്വിമ്മിംഗ് പൂൾ ഉപയോഗിക്കാം. ബെഡ്റൂംസ് കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഫാമിലിയായിട്ട് വരെ അങ്ങനെയും നിൽക്കാം. എല്ലാ സൗകര്യമുള്ള അടിപൊളി റിസോർട്ടാണ്. ഇപ്പോൾ ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഈ എന്താ പറയുക, മേലത്തെ സ്വിമ്മിംഗ് പൂൾ ഞാൻ കണ്ടിട്ടില്ല, ഒന്ന് കാണാൻ വേണ്ടി പോകണേ. എൻ്റെ കൂടെ വന്നവരൊക്കെ അവർ നാടിങ്ങോണ്ടിരിക്കാൻ കേട്ടോ. അവർ വലിയ ഹട്ടം തന്നെയാണ്. ഓക്കെ, ഞാൻ മേലപ്പോൾ എത്തി. മേലെ നിന്നുള്ള വീഡിയോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഞാൻ മേളിലുള്ള നമ്മുടെ പൂളിലെത്തിയിട്ടുണ്ട്. പൂളിൻ്റെ കാഴ്ചയാണ് കാണുന്നത്. ഇപ്പം ഇന്നലെ ഇവിടെ ക്ലൈൻറ്റ് ഉള്ളതുകൊണ്ടൊന്ന് എന്താ പറയുക, ഒന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. എങ്കിൽ പോലും അടിപൊളി, ഒരു രക്ഷയില്ലാത്ത നല്ല വൈബ് സ്വിമ്മിംഗ് പൂളാണ് മുകളിൽ കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് താഴെ ഇപ്പം നമുക്കൊരു സ്റ്റെപ്പിന് താഴെയിട്ട് ഇങ്ങനെ ഒരു പൈപ്പ് പിറ്റതുപോലെ കാണാം. അതൊരു മസാജിങ് ആണ്. എന്താ വെച്ചാൽ വാട്ടർ മസാജിങ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതായത് നമ്മൾ അതിൻ്റെ മുകളിൽ ആ സ്റ്റെപ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഹൈ പ്രഷറിൽ വാട്ടർ വന്നിട്ട് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് ഇങ്ങനെ തഴുകി തലോടും. അതിനുള്ള സെറ്റപ്പ് കൂടി ഇവിടെ ഉണ്ട്. ഒക്കെ നല്ല എന്താ പറയുക, ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഇവിടെ എല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും മുകളിലുള്ള റൂഫ് ഞാൻ മേലെ കയറിയപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, എന്താ പറയുക, ഇവിടെ സ്വിമ്മിംഗ് പൂളെല്ലാം ഉള്ള ഏറ്റവും മുകളിൽ കയറിയിട്ടുള്ള ഒരു വൈബ് കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ജസ്റ്റ് അതിൻ്റെ പേരൊന്ന് കാണിച്ചിട്ട് കണ്ടോളൂ കേട്ടോ. ഓക്കെ, പ്രിയപ്പെട്ടവർ, നല്ല ഈ പൂളിന് തൊട്ടടുത്തന്നെയായിട്ട് നമുക്ക് പ്രകൃതിയുടെ കാറ്റ് കൊണ്ട് പ്രകൃതിയുടെ താളം അനുഭവിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ചായ കുടിക്കാനും സ്നാക്സ് കഴിക്കാനൊക്കെ ഉള്ള സൗകര്യം ഇവിടെ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ മഴക്കാലമാണെങ്കിൽ പോലും ഇവിടെ അതിനേക്കാൾ രസമുള്ള ചെറിയ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി നല്ല വൈബായ ഒരു സ്ഥലം തന്നെയാണ് ഗോൾഡൻ വില്ലാസ്. നമുക്ക് എപ്പോഴും ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ബെഡ്റൂം കാണാം. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും തിരക്കായി. നമുക്കൊന്ന് ബെഡ്റൂമിൽ പോയി കാണാം. ബെഡ്റൂമേ കണ്ടിട്ടില്ല. ഓക്കെ, വെയിറ്റ്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഇവിടെ പത്താഴക്കുണ്ട് ഡാമുണ്ട്. കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗോൾഡൻ വില്ലേഴ്സിലെ നമ്മുടെ തേജസ്
ഈ തേജസ് നിൽക്ക് എനിക്ക് പിന്നാലെ ഓടിയെത്താൻ വയ്യ. തേജസ്, ഈ ഡാം വളരെ ഫേമസ് ആയ ഡാമാണല്ലേ? പൂമല ഡാം എന്നാ പറയുന്നത്. വളരെ ഫേമസ് ആയ ഡാമാണ് പത്താഴക്കുണ്ട് ഡാം. ആ, പിന്നെ ഇവിടെ അടുത്ത് തന്നെ റിസോർട്ട്സ് വേറെ ഉണ്ട്, നമുക്ക് കാണാം. ഓക്കെ. അപ്പോൾ കണ്ടോ, എൻ്റെ കൂടെ ഉള്ളവരാ വന്നു. നമ്മൾ ഡാം കാണാൻ തൊട്ടടുത്ത് തന്നെയാണ് കാണുന്നത്. റിസോർട്ടിൻ്റെ ബിൽഡിംഗ് ആണ് കാണുന്നത്, തൊട്ടടുത്ത് തന്നെയാണ്. അവരെന്തൊക്കെ യൂട്യൂബിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ ഡാം കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ കാണാം, ഞങ്ങൾ നടന്നിവിടെ എത്തി, പത്താഴക്കുണ്ട് ഡാമിൻ്റെ അടുത്തെത്തി. പത്താഴക്കുണ്ട് ഡാം പറഞ്ഞാൽ നല്ല രസമുണ്ട് കാണാൻ. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർ ഇതെന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം തൊട്ട ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്നാണ് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ഇടവേള റാഫി യൂട്യൂബ് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളാണ് എൻ്റെ കരുത്ത്. എനിക്ക് പ്രൊമോഷൻ മറ്റാരുമില്ല. ഓക്കെ, അറിയാലോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ, പ്രകൃതിയുടെ താളത്തിലിരുന്നു കൊണ്ട്, ഗോഡൻ വില്ലാസിലിരുന്നു കൊണ്ട് കണ്ട ഈ ഡാമിൻ്റെ കാറ്റും തണുപ്പും എല്ലാം ആസ്വദിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഗോഡൻ വില്ലാസിലെ എല്ലാ എന്താ പറയുക സംഗതികൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. സ്വിമ്മിംഗ് പൂള്, ഫാമിലി സ്വിമ്മിംഗ് പൂള്, അതുപോലെ കോമൺ സ്വിമ്മിംഗ് പൂൾ എല്ലാം ഉണ്ട്. ഓക്കെ, പ്രിയപ്പെട്ടവർ, നല്ല ആംബിയൻസാണ് ഡാമിൻ്റെ അടുത്തിട്ട്. നല്ല നമ്മളൊരു കാവൊക്കെ കാണുന്ന പോലത്തെ ഒരു ഫീലാണ്. കാരണം വെച്ചാൽ നമുക്ക് നല്ല വൈബ്, മരങ്ങളും പ്രകൃതികളും ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്തായാലും ഈ വീഡിയോസ് ഇഷ്ടപ്പെടും, 100% ഉറപ്പാണ്. നല്ല വൈബായ സ്ഥലമാണ് പ്രിയപ്പെട്ടവർ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മുടെ ഊഞ്ഞാലിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി പോകണമാണ്. മസിന് ആട്ടം പറഞ്ഞ അപ്പം പേ നാട്ടുള്ളൂ അല്ലേ? അതിപ്പോൾ നിങ്ങൾ ഇന്ന് ദിവസം വീട്ടിൽ നാട്ടുന്നതല്ല, അത് കുഴപ്പമില്ല. ഇപ്പോൾ ഊഞ്ഞാലാട്ടി കൊടുക്കും മസിന. ഇപ്പോൾ സജീറിന് ചെറിയൊരു അപകടം പറ്റി, കയ്യിൽ ചെറിയൊരു മുറിയൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും അവൻ ഗൗനിക്കണേ ഇല്ല. കാരണം അവൻ അർമാദിക്കാൻ ടൂർ വന്നിട്ട്. മസിന ഒരു ഊഞ്ഞാൽ ഫ്രീ ഉണ്ട്, വണയം ഇരുന്നോ, ഇരിക്കണേ ഇരിക്കാൻ കണ്ടോ. ഓ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇരുന്നോളൂ. സജീർ അപ്പുറം ആടുന്നു, മസിന ഇപ്പുറം ഇരിക്കുന്നു, ആടുന്നു. എന്തായാലും ഗോഡൻ വില്ലാസ് റിസോർട്ടിൻ്റെ മറ്റു വിശേഷങ്ങളും മറ്റൊരു പുതിയ എപ്പിസോഡുമായി ഇടവേള റാഫി യൂട്യൂബ് ചാനൽ കാണുന്നവരെ എല്ലാവർക്കും സ്നേഹത്തോടു കൂടി ഒരു സൈൻ ഓഫ് പറഞ്ഞു. ടാറ്റ എന്ന് ഉറക്കെ പറ, കേട്ടില്ലേ പ്രേക്ഷകർ? ഓക്കെ, ബൈ, താങ്ക് യു.